അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റീത്തു. ഞാൻ എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് 2024 ജൂൺ മാസത്തിലാണ്. ഒരു വൈകുന്നേരം ഇവിടെ വന്ന് സാധാരണ ഒരു പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇറങ്ങി. പക്ഷേ ഇവിടെ നിന്ന് ചെന്ന് ഏകദേശം 1 മാസത്തിനുള്ളിൽ വരണം, ഉടമ്പടി എടുക്കണം. ഈ ഉടമ്പടിയെക്കുറിച്ചോ ഒന്നും തന്നെ വ്യക്തമായ ധാരണകളൊന്നുമില്ല. ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്ന് തന്നെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ വേറെ ആരുടെയും സഹായമില്ലാതെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഈ ഉടമ്പടിയുടെ ഇടയ്ക്ക് ഞാനൊരു സ്റ്റാഫ് നഴ്സാണ്. പുറത്തോട്ട് പോകാനുള്ള പ്രോസസ്സിംഗ് ഒക്കെ പലതും ചെയ്ത് നോക്കിയിട്ടും വിജയിക്കുന്നില്ല. 2 പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ഒറ്റേ ടൈമിൽ. ഒരു അയർലൻഡിൻ്റെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. അതേപോലെ തന്നെ സൗദിയുടെ അപ്ലൈ ചെയ്തു. സൗദിയുടെ അപ്ലൈ ചെയ്തിട്ടും പേപ്പർ വർക്കുകളൊന്നും അനങ്ങുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ അച്ഛൻ്റെ ടോക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവിടെ വന്ന് ഫോൺ ഓൺ ആക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കാണുന്നത് എൻ്റെ സൗദിയുടെ പേപ്പർ വർക്ക്, ഫസ്റ്റ് പേപ്പർ വർക്ക് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. തുടർന്ന് നിങ്ങൾക്ക് എക്സാമിനുള്ള ഡേറ്റ് എടുക്കാം എന്ന ഒരു മെസ്സേജാണ് ഞാൻ ഏറ്റവും ആദ്യം കാണുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ മാതാവ് എനിക്ക് അയർലൻഡിന് പോകാനല്ല, സൗദിക്ക് പോകാൻ തന്നെയാണ് അനുവാദം തന്നിരിക്കുന്നതെന്ന്. തുടർന്ന് ഇവിടെ വന്ന് മാതാവിനെ കൊട പിടിക്കാൻ എനിക്ക് ഒരു വലിയ അനുഗ്രഹം കിട്ടി. അപ്പോൾ എനിക്ക് പിന്നെ ഉറപ്പായി എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ ഉണ്ട്. ഇത്രയും നാളും എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചെങ്കിലും ഇവിടെ വരാത്തത് കാരണമാണ് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാതിരുന്നതെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. പിന്നെ ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി. എക്സാമിന് തിരുവല്ലയിലാണ് പോയത്. 10 ദിവസത്തെ കോഴ്സാണ്. അവിടെ ചെന്നപ്പോഴും എനിക്ക് ടെൻഷനാണ്. കാരണം എൻ്റെ ഉടമ്പടി എനിക്ക് മുടക്കാൻ പറ്റില്ല. അതെനിക്ക് എക്സാം എഴുതുന്നതിനേക്കാളും ക്ലാസ് കൂടുന്നതിനേക്കാളും വലിയൊരു ടെൻഷനായിരുന്നു ഉടമ്പടി മുടങ്ങി പോകുമോ എന്നുള്ളത്. ഞങ്ങൾ തിരുവല്ലയിൽ സാധാരണ അവർ പറഞ്ഞതിനേക്കാളും സമയം വൈകിയാണ് ചെന്നത്. അപ്പോഴത്തേക്കും ഹോസ്റ്റലുള്ളവർ വിളിച്ചു പറഞ്ഞു, ഈ ഹോസ്റ്റൽ ഫില്ലായി, അടുത്ത ഹോസ്റ്റൽ തരാം. അപ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിനോട് ഞാൻ വഴക്ക് പറഞ്ഞു, നിങ്ങൾ കാരണം എൻ്റെ ഹോസ്റ്റൽ റൂം ഫില്ലായി, അത് പറ്റില്ല അങ്ങനെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു വേറൊരു ഹോസ്റ്റലിന് നമ്പർ തന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്നോട് ഏറ്റവും ആദ്യം ഹസ്ബൻഡ് ചോദിച്ചത്, നിൻ്റെ വിഷമം തീർന്നില്ലേ, സങ്കടം മാറിയില്ലേ, നിൻ്റെ ഉടമ്പടി മുടങ്ങി പോകുന്നുള്ള ഒരു തോന്നൽ ഇനി ഇല്ലല്ലോ. ഞങ്ങൾക്കൊരു മഠത്തിലാണ്, സിസ്റ്റേഴ്സിൻ്റെ മഠത്തിലാണ് എനിക്ക് താമസം ഒരുക്കി കിട്ടിയത്. ഞാൻ തിരുവല്ലയിൽ കൂടാരപ്പള്ളി എന്ന് പറഞ്ഞ എൻ്റെ റൂം കിട്ടിയത്. ആ റൂമിൽ ജനൽ നേരെ തുറന്നാൽ കാണുന്നത് കൂടാരപ്പള്ളിയാണ്. ഈ 2 നേരവും എനിക്ക് ഉടമ്പടി പ്രാർത്ഥനയിലും എനിക്ക് അറിയില്ല എന്ത് പറയണമെന്ന്, അത്രമാത്രം എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 10ാമത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞു. 11ാമത്തെ ദിവസം എക്സാമിന് പോയി. എക്സാം ഇന്ന് വരെ ഞാൻ അറ്റൻഡ് ചെയ്യാത്ത അത്ര ടഫുള്ളൊരു എക്സാം ആയിരുന്നു അത്. എനിക്ക് അവിടെ നിന്ന് ആകെ കിട്ടിയത് 18, ഞാൻ പഠിച്ച കോച്ചിങ് സെൻറ്ററിൽ നിന്ന് ആകെ എനിക്ക് കിട്ടിയത് 18 ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു. ഈ 18 ക്വസ്റ്റ്യൻ ബാക്കിയുള്ളത് കണ്ട് എൻ്റെ കണ്ണ് നിറയുക. ഞാൻ എൻ്റെ കഴുത്തേൽ കാശുരൂപമുണ്ട്. കാശുരൂപം ഞാൻ എൻ്റെ ഇടത് കൈയിൽ ഇറുക്കി പിടിച്ച് വലത് കൈ കൊണ്ട് മൗസ് അമർത്തുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും മാതാവിനോട് പറയും, അമ്മ മാതാവേ എനിക്കറിയില്ല, നീയാണിത് എനിക്ക് കൃത്യമായി എഴുതി തന്നെ. എനിക്ക് രണ്ടാമത് ഈ എക്സാമിന് മുടക്കാനുള്ളൊരു പൈസ സാമ്പത്തിക അവസ്ഥ എൻ്റെ കയ്യിലില്ല. എന്നെ രണ്ടാമത് ഇങ്ങോട്ട് എക്സാം എഴുതാൻ നീ വരുത്തരുതേന്ന് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. എനിക്ക് എക്സാം എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയവരേക്കാൾ കൂടുതൽ മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമത് തുടർന്ന് അങ്ങോട്ട് തടസ്സങ്ങൾ, എൻ്റെ പ്രോസസ്സിങ്ങിൽ ഓരോന്നിലും തടസ്സങ്ങളുണ്ടായി. അടുത്തത് ഇൻ്റർവ്യൂ കിട്ടി. കുറേ കാലതാമസം എടുത്താണ് അടുത്തൊരു ഹോസ്പിറ്റലിലുള്ള ഇൻ്റർവ്യൂ കിട്ടിയത്. അത് കഴിഞ്ഞ് മെഡിക്കലായ സമയത്ത് ചെസ്റ്റ് ഇൻഫെക്ഷനും IV ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ട വന്നു. ഫസ്റ്റ് മെഡിക്കൽ അങ്ങനെ പോയി. രണ്ടാമത് ചെന്ന് കഴിഞ്ഞപ്പോൾ HCV റിയാക്റ്റീവ് ആണെന്നാണ് കാണിച്ചത്. ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറി കാരണം ഉണ്ടായതായിരിക്കാം, എങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു എന്ന് വെച്ചാൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരവസ്ഥ വരെ എത്തി. പക്ഷേ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ സൂത്തുപരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അടുത്ത ആഴ്ച പോയി മെഡിക്കൽ എടുത്തു. എനിക്ക് HCV നോൺ റിയാക്റ്റീവായി. എൻ്റെ മെഡിക്കൽ ഞാനങ്ങനെ പാസ്സായി. അത് കഴിഞ്ഞ് വിസ വരാൻ താമസം എടുത്തു. പക്ഷെ ഞാൻ മാതാവിനെ കൈവിട്ടില്ല. എപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പിനോട് ഞാൻ സംസാരിക്കുന്ന പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവിൻ്റെ അടുത്ത്
പറയുകയും സംസാരിക്കുകയും ചെയ്തു. എൻ്റെ വിസ വന്നു. ഞാൻ പോലും വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എനിക്ക് ടിക്കറ്റ് വന്നു. ഈ ഞായറാഴ്ച ഞാൻ രാവിലെ 7:30 എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ പോവുകയാണ് സൗദിക്ക്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ എൻ്റെ മകള് 9 വയസ്സായി. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മകൾക്ക് ഡൗൺ സിൻഡ്രോം ആണ്. അവൾ തന്നെ ഭക്ഷണം വാരി കഴിക്കുമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവൾക്ക് 9 വയസ്സായി. തന്നെ ഭക്ഷണം വാരി കഴിക്കത്തില്ല അവൾ. അതേപോലെ തന്നെ വാക്കുകൾ വളരെ കുറച്ചേ പറയുള്ളൂ. അച്ഛ, അമ്മ, വാവ, പിന്നെ വേറെ ഏതോ ഒരു സംസാര രീതിയാണ് അവൾ. പക്ഷേ എൻ്റെ ഇളയ മകൾക്ക് ഇവൾ പറയുന്ന എല്ലാ രീതികളും എന്താണെന്ന് അവൾക്ക് ഞങ്ങളെക്കാളും വ്യക്തമായി അറിയാം. ഇവിടെ വന്ന് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചതിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ഭക്ഷണം വാരി കഴിച്ചു തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷമാണ്. അവൾക്ക് ഒരു പെൺകുട്ടിയാണ്. തന്നെ ഭക്ഷണം വാരി കഴിക്കാനെങ്കിലും പറ്റണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കും. അങ്ങനെ അവൾ ഭക്ഷണം വാരി കഴിച്ചു തുടങ്ങി. ഇതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്രമാത്രം മനസ്സ് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മാറ്റം എനിക്ക് ഇതുവരെ എങ്ങൊന്നും കിട്ടിയിട്ടില്ല. എന്നും എൻ്റെ മക്കൾക്കൊരു ചെറിയ പനി വന്നാലും അവൾ വേഗം തന്നെ, സംസാരം അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും വേഗം തന്നെ നാക്ക് നീട്ടി ഓടി വരും. നാക്കിൽ തേൻ പുരട്ടാനും നെറ്റിയിൽ കുരിശ് വരയ്ക്കാനും. ഇന്നും സ്കൂളിൽ പോകുമ്പോൾ അവൾ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്ന് പ്രാർത്ഥിച്ച് നെറ്റിയിൽ കുരിശും വരച്ച് നാവിൽ തേനും പുരട്ടി ഉപ്പും എടുത്ത് നാവിലിട്ട് കഴിച്ചിട്ടാണ് അവൾ പോകുന്നത്. ഒത്തിരി 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 സന്തോഷങ്ങളുള്ള നിമിഷങ്ങളാണ് എനിക്ക് മാതാവ് തന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി. ഈ 11 വർഷത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു 10 വണ്ടിയെങ്കിലും വാങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും പുള്ളി എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ആക്സിഡൻ്റ് ആവും, വർക്ക്ഷോപ്പിൽ കയറ്റും. ഇത് തന്നെയായിരുന്നു. 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് എത്ര വണ്ടി മാറിയിട്ടുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കാശുരൂപം ഒരു കൊന്തയും കൊണ്ടുവന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ കാറിൽ ഇട്ടതിന് ശേഷം ഇതുവരെ പിന്നെ അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിലൊരു പൊള്ളലുണ്ടായി. ഈ പൊള്ളൽ ഒരു പാട് പോലും ഇല്ലാതെ തൈലം പുരട്ടി എനിക്ക് സുഖം പ്രാപിച്ചു. 25 വർഷം ആയി ഞാൻ പീരീഡ്സ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പീരീഡ്സ് ആയതാണ്. അന്ന് മുതൽ ഭയങ്കര വയറുവേദനയാണ്. ഇന്നിനി കാണാൻ ഒരു ഡോക്ടേഴ്സും ഇല്ല എന്നൊരവസ്ഥയാണ്. പക്ഷേ അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പീരീഡ്സിൻ്റെ പെയിൻ നന്നായി, ശരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 99% വേദനയും മാറിക്കിട്ടി. ഇതെൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രവിതരണം ചെയ്യാറുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞങ്ങളുടെ സാമ്പത്തികം വളരെ അത്ര നല്ല ഇതല്ല എങ്കിലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അനാഥാലയങ്ങളിൽ പോവാറുണ്ട്. വയ്യാത്ത മക്കളെ കണ്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എങ്ങനെയെങ്കിലും നമ്മളുടെ ഉള്ളതിൻ്റെ അനുസരിച്ച് ഒരുക്കി കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 29 പറയും, ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറയുന്നത്, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു എന്ന് പറയും. ഈ ഒരു സാക്ഷ്യം നല്ല സ്പഷ്ടമായിട്ട് സ്ഫുടമായിട്ട് നമ്മളുടെ മുമ്പിൽ ഒരു കുറവുമില്ലാതെ വളരെ ഫ്ലോയിൽ ആത്മാർത്ഥമായിട്ട് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്നും വരുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടോ, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എൻ്റെ പരീക്ഷയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല എനിക്ക് ഏറ്റവും വിഷമം, എൻ്റെ ഉടമ്പടി പ്രാർത്ഥന മുടങ്ങിപ്പോകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമമെന്നാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ ആ ഒരു ഇടപെടൽ, നീ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവിലുള്ള വിശ്വാസ ഉടമ്പടിയിലൂടെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ സൗദിയിലേക്കുള്ള ജോലിയുടെ എല്ലാ കാര്യവും കർത്താവ് ക്ലിയർ ചെയ്ത് കൊടുത്തു. പരീക്ഷയുടെ സമയത്തൊക്കെ കാശുരൂപം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പരിശുദ്ധമ്മയുടെ മുമ്പിൽ ഏറ്റവും വിശ്വാസത്തോടെ നന്മ പറഞ്ഞു പറയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റിനും അറ്റൻഡ് നല്ല മാർക്കോടുകൂടെ തന്നെ അതിൽ വിജയിക്കുവാനായിട്ട് സാധിച്ചു. അപ്പം അതിന് വലിയൊരു സാക്ഷ്യം ഡൗൺ സിൻഡ്രോമായിട്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ്. അപ്പം അത് ഇവിടെ വന്നു. അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ വഴി, അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ കുഞ്ഞ് തന്നെത്താനെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ചെറിയ രീതിയിൽ സംസാരിച്ച് തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന മാതാപിതാക്കൾ ഏറ്റവും കൂടുതലായിട്ട് വേദനയിലൂടെയൊക്കെ എല്ലാം മാറ്റിവെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുന്നതാണ്.
അപ്പോൾ അവരെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ ഈ വലിയൊരു ഇടപെടലെന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ആശ്വാസമാണ്, ഏറ്റവും വലിയ സമാധാനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കുടുംബത്തിൻ്റെ കൂടെ കർത്താവ് കൂടെയുണ്ട്. പരിശുദ്ധമ്മയുടെ നീലങ്കിയുടെ സംരക്ഷണവും കൃപയും ഇവർക്ക് തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഈ സഹോദരിയുടെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ ദൈവം മഹത്വപ്പെട്ടതിന്, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിലൂടെ ദൈവം മഹത്വപ്പെട്ടതിന് കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം.